ഇന്നത്തെ ട്രെയിൻ സമയം നോക്കാം. മധുര പുനലൂർ പാസഞ്ചർ 33 മിനിറ്റ് വൈകി ഓടുന്നു. എറണാകുളത്തേക്കുള്ള മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 2 മണിക്കൂർ 18 മിനിറ്റ് വൈകി ഓടുന്നു. കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് 1 മണിക്കൂർ 20 മിനിറ്റ് വൈകി ഓടുന്നു. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് അരമണിക്കൂർ വൈകി ഓടുന്നു. ഇനി KSEB അറിയിപ്പുകൾ നോക്കാം. പത്തനംതിട്ടയിൽ കോട്ടമുകൾ, പരുത്തിപ്പാറ, കൊള്ളൂർപ്പടി, കുതിരമുക്ക്, പോലീസ് ക്യാമ്പ്, മിനി ഇൻഡസ്ട്രീസ്, പതിവേൽ, ഗ്രീൻ വാലി, പറക്കോട്, വയല, മാങ്കൂട്ടം, കൈതപ്പറമ്പ് എന്നിവിടങ്ങളിൽ 9 മുതൽ 6 വരെ വൈദ്യുതി മുടങ്ങും. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി, മണ്ണാറക്കയം, കുരിശുങ്കൽ, പഞ്ചായത്തുപടി, BSNL, കടമപ്പുഴ, പുത്തനങ്ങാടി ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി ടൗൺ പരിസരം, ചിറക്കൽക്കാവ്, അരീപ്രം മുക്ക്, പൊന്നാരം തെരു, ഹൈസ്കൂൾ റോഡ്, കുന്നത്തെരു, പോസ്റ്റ് ഓഫീസ് റോഡ് എന്നിവിടങ്ങളിൽ 9 മുതൽ 4 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. മലപ്പുറത്ത് മുക്കട്ട റെയിൽവേ ഗേറ്റ്, കരുളായി റോഡ്, ചാലിയാർ ആശുപത്രി, രാജേശ്വരി, ശാന്തിനഗർ ഭാഗങ്ങളിൽ ഇന്ന് 8 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. ഇനി വിദ്യാഭ്യാസ അറിയിപ്പുകളിലേക്ക്. 2018 ഡിസംബറിൽ നടന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ കോഴ്സിന്റെ റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിന് ഓരോ പേപ്പറിനും 500 രൂപ വീതം ഏപ്രിൽ 30 മുൻപ് അടയ്ക്കണം. മാർക്ക് ലിസ്റ്റുകൾ ഏപ്രിൽ 16 മുതൽ നൽകും. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 500 രൂപ അടയ്ക്കണം. കൈമനം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ നടത്തുന്ന അവധിക്കാല കോഴ്സുകളായ അപ്പാരൽ ഡിസൈനിംഗ്, ഹാൻഡ് എംബ്രോയിഡറി, ബീഡ്സ് ആൻഡ് സീക്വൻസ് വർക്ക്, സാരി ഡിസൈനിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, ഫാബ്രിക് പെയിന്റിംഗ്, മെഷീൻ മെക്കാനിസം എന്നിവയിലേക്കുള്ള പ്രവേശനത്തിന് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധിയില്ല. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും അപ്പാരൽ ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് സെക്ഷനുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9400333230 അല്ലെങ്കിൽ 7560972412. ഏപ്രിലിൽ നടക്കുന്ന പ്രൈവറ്റ് വിഭാഗം ഫിസിക്കൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കിൽ ഡെവലപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അക്കൌണ്ടിംഗ്, ഓഫീസ് മാനേജ്മെന്റ്, സ്റ്റോർ കീപ്പിംഗ്, ഡോക്യുമെന്റ് കൺട്രോൾ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട നമ്പർ 8113053358. പത്തനംതിട്ട IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2019-20 അധ്യയന വർഷത്തിൽ 8ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 046926800574. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ബോയ്സ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 6, 7, 9, 12 ക്ലാസുകളിലേക്ക് സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 04842623 എന്ന നമ്പറിൽ വിളിക്കും. തൊഴിലവസരങ്ങൾ നോക്കാം. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ ഒഴിവ്. ഈ മാസം 25-ന് 11:30 കൂടിക്കാഴ്ച നടത്തും. താൽപര്യമുള്ളവർ അന്നേ ദിവസം 10:30-നകം പേര് രജിസ്റ്റർ ചെയ്ത് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസറായി നിയമിക്കുന്നതിന് വിമുക്ത ഭടന്മാരിൽ നിന്നും പോലീസ് എക്സൈസ് ഫോറസ്റ്റ് വകുപ്പുകളിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രായപൂർത്തിയായ NCC, SPC കേഡറ്റുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ തിരിച്ചറിയൽ കാർഡുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം. 04-8027513336 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഗതാഗത നിയന്ത്രണ അറിയിപ്പുകളിലേക്ക്. കൊല്ലം ജില്ലയിൽ തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഉറുക്കുന്ന് കുറുവന്താവളം റോഡിൽ വെള്ളച്ചാലിനും ഇന്ദിരാനഗറിനും മധ്യേ റോഡ് സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കുന്നതിനാൽ ഈ റോഡിലൂടെയുള്ള ഗതാഗതം 10 ദിവസത്തേക്ക് നിരോധിച്ചു. എറണാകുളം പെരുമ്പാവൂർ മുടിക്കൽ മൗലുദ്പുര പള്ളിക്കവല റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കുപ്പാടി റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ കോട്ടക്കുന്ന് മുതൽ കുപ്പാടി വരെയുള്ള വാഹന ഗതാഗതം 21 വരെ താൽക്കാലികമായി നിരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആറ്റിങ്ങൽ ദേശീയപാത വികസനം അനിശ്ചിതത്വത്തിൽ. റോഡ് വികസനത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസവും സ്ഥലം ഏറ്റെടുക്കലുമെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നാണ് ആരോപണം. ആറ്റിങ്ങലിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും രൂക്ഷമായതോടെയാണ് ദേശീയപാത വികസനം എന്ന പ്രഖ്യാപനമുണ്ടായത്. പ്രഖ്യാപനം കഴിഞ്ഞ് പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങാൻ പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ദേശീയപാതയോരത്തെ ഭൂമി സൗജന്യമായി വിട്ടുനൽകിയാൽ റോഡ് വികസനം നടത്താമെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. ഏറെപ്പേരും ഇതിന് തയ്യാറായി. ആദ്യഘട്ടമായി നഗരസഭയുടെ പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിക്കാൻ നടപടി തുടങ്ങി. പുറമ്പോക്കിൽ നഗരസഭ വാടകയ്ക്ക് നൽകിയിരുന്ന കടകൾ ഉൾപ്പെടെ 20ഓളം കടകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി. ഇവർക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ പുനരധിവാസം നടപ്പാക്കുമെന്ന് അന്ന് ഉറപ്പു നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ പാഴ്വാക്കായിരിക്കുന്നത്. ഈ കുടിയൊഴിപ്പിക്കൽ നടത്തിയെന്ന് പറഞ്ഞ് എല്ലാവരിലും പുറമ്പോക്ക് മൊത്തം പിടിച്ചടക്കം കയ്യേറ്റക്കാരെ മൊത്തം ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അത് കുറച്ചുപേരെ മാത്രം ഒഴിപ്പിക്കുകയും ചിലർക്കിടെ മുന്നിൽ കണ്ണടച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അശാസ്ത്രീയമായ രീതിയിലും ഏകപക്ഷീയമായ രീതിയിലുമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രവൃത്തിക്ക് ഇറങ്ങുമ്പോൾ അത് 100% നീതിയുക്തമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇത് ആളുകൾക്ക് ഇപ്പോഴും ആശ്ചര്യവും അതുപോലെ തന്നെ അവർക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു നടപടികളാണ് ഈ റോഡിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒഴിപ്പിക്കൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ളൂ. റോഡിന്റെ ഒരു വശത്തെ കടകൾ പൂർണ്ണമായും ഭാഗികമായും പൊളിച്ചു നീക്കിയപ്പോൾ മറുഭാഗത്തെ പുറമ്പോക്ക് ഏറ്റെടുക്കാൻ നഗരസഭ നടപടിയെടുത്തില്ല. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത്. ചില സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാനുള്ള നീക്കമാണിതെന്നും ആക്ഷേപമുണ്ട്. 10-20 വർഷം കൊണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വാടകയും കാരും ഒക്കെ തൊഴിൽക്കാരും ഒക്കെ അടച്ച് അവിടെ ഇരുന്ന് ജീവിച്ചു പോരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് സ്ഥലം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ കട വെച്ച് തരും, സ്ഥലം തരുമ്പോൾ കട വയ്ക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും നടന്നില്ല. അവർ പെട്ടെന്ന് വന്ന് നമ്മുടെ അടുത്ത് മാറാൻ പറഞ്ഞ് അവർ വേറെ പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ മാറിക്കൊടുത്തു. ഇത്രയും ദിവസമായിട്ടും ഇതുവരെ അതിനുള്ള ഒരു ഇതും അവർ തന്നിട്ടുമില്ല. നമ്മൾ ആ കടവും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. വ്യാപാരികളെ ഒഴിപ്പിച്ചിട്ട് 6 മാസം പിന്നിടുമ്പോഴും റോഡ് വികസനത്തിനുള്ള മറ്റു നടപടികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. വികസനം നടന്നാൽ തന്നെ 4 വരിയായി വികസിപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. നഗരസഭ പുറമ്പോക്ക് ഏറ്റെടുത്തു കഴിഞ്ഞ ഭാഗങ്ങളിൽ വസ്തുവുടമകൾ പുതുതായി മതിലുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി ദേശീയപാത 4 വരിയാക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ പ്രതീക്ഷ അസ്തമിച്ച മട്ടാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാട് വാടാനംകുറിശി റോഡ് യാഥാർത്ഥ്യത്തിലേക്ക്. റബ്ബറൈസ്ഡ് റോഡിന്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിന്നും ഉൾഗ്രാമ പ്രദേശമായ കാരക്കാട് വഴി വാടാനംകുറിശി വരെയാണ് റബ്ബറൈസ്ഡ് റോഡ് നിർമ്മിക്കുന്നത്. BNBC സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന റോഡിന്റെ അവസാനഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരക്കാട് നിവാസികളുടെ നീണ്ടകാലത്തെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. 6 കോടി രൂപ ചെലവിട്ടാണ് 7.5 കിലോമീറ്റർ ദൂരം റബ്ബറൈസ്ഡ് റോഡ് നിർമ്മിക്കുന്നത്. BC വർക്കുകൾ വളരെ നന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജനങ്ങളോട് പറയാനുള്ളത് BC വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ വാഹനങ്ങൾ അതിലൂടെ കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. പരമാവധി ആ റോഡ് ബ്ലോക്ക് ചെയ്താണ് വർക്ക് നടക്കുന്നത്. ജനങ്ങളൊക്കെ അത് സഹകരിക്കണം. വാടാനംകുറിശിയിലെ ഉൾപ്രദേശങ്ങളിലേക്കും ഓങ്ങല്ലൂരിൽ കാരക്കാട് പ്രദേശത്തേക്കും ബസ് ഇല്ലാത്തതിനാൽ വലിയ ദുരിതമാണ് ജനങ്ങൾ അനുഭവിച്ചിരുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യാത്രാ ദുരിതത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 പട്ടാമ്പി.
കല്ലടയാറ്റിലെ മുക്കടവ് തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ അഴിമതി ആരോപണം. മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്നത്. കല്ലടയാറ്റിലെ ജലനിരപ്പ് താഴുന്നത് ഇവിടെ നിന്നുള്ള നിരവധി കുടിവെള്ള പദ്ധതികളെയാണ് ബാധിക്കുക. ഇത് തടയാനാണ് തടയണയുടെ ഉയരം കൂട്ടാനുള്ള നടപടികൾ തുടങ്ങിയത്. എല്ലാ വർഷവും മണൽച്ചാക്ക് അടുക്കി തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കാറുണ്ട്. 6 അടി വീതിയിലും 2 അടി ഉയരത്തിലുമാണ് മണൽച്ചാക്കുകൾ അടുക്കുന്നത്. എന്നാൽ 2 വരി മണൽച്ചാക്ക് അടുക്കിയതോടെ കരാറുകാരൻ മുങ്ങിക്കളഞ്ഞെന്നാണ് ആരോപണം. ബാക്കി മണൽച്ചാക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അടുക്കിയ മണൽച്ചാക്കിൽ മിക്കതും വെള്ളത്തിൽ ഒലിച്ചുപോയി. മണലിന് പകരം മണ്ണാണ് ചാക്കിൽ നിറച്ചിരിക്കുന്നത്. നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. കഴിഞ്ഞ പ്രാവശ്യം 3-4 ദിവസം കൊണ്ടായി ചാക്ക് അടുക്കി തന്നെ 6 ലെയർ വെച്ച് അടുക്കുമായിരുന്നു. ഈ പ്രാവശ്യം ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ അടുക്കി തീരുകയും ചെയ്ത് ബാക്കി ചാക്കുന്നുണ്ട് അവിടെ കിടപ്പുണ്ട്. എല്ലാ തരത്തിലും ഈ പ്രാവശ്യം 3.5 ലക്ഷം രൂപയ്ക്കാണ് ഇത് എടുത്തേക്കുന്നത്. പക്ഷേ ഇത് മൊത്തം ഉടായ്പ രീതിയിൽ കൂടെ ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത്. എന്നാൽ കരാറുകാരൻ താൽക്കാലിക അവധിയെടുത്തതാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് വാട്ടർ അതോറിറ്റിയാണെന്നും നിർമ്മാണ പ്രവൃത്തികൾ തുടരുമെന്നുമാണ് മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ പ്രതികരണം. ന്യൂസ് 18 പുനലൂർ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കമ്പ്യൂട്ടർ തകരാറിലായത് രോഗികളെ വലച്ചു. രാവിലെ മുതൽ എത്തിയ രോഗികൾക്ക് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും OP ടിക്കറ്റ് നൽകാത്തതോടെ പ്രതിഷേധമായി പോലീസ് സ്ഥലത്തെത്തി. പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. തുടർന്ന് RMOയും ആശുപത്രി സൂപ്രണ്ടും സ്ഥലത്തെത്തി. എന്നാൽ രാവിലെ മുതൽ ജീവനക്കാർ വന്നില്ലെന്നും സൂപ്രണ്ടും RMOയും എത്തിയാണ് OP ടിക്കറ്റ് നൽകിയതുമെന്നുമാണ് രോഗികൾ പറയുന്നത്. തിരുവനന്തപുരം സെന്റ് തോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ സാങ്കേതിക സമ്മേളനം നടന്നു. പരിപാടി നിസാൻ CEO ടോണി തോമസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ക്ലാസുകളെടുത്തു. 50-ലധികം പ്രബന്ധങ്ങളുടെ അവതരണവും ക്വിസ് മത്സരവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. മാർത്തോമ ചർച്ച് എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ്, പ്രിൻസിപ്പൽ ഉഷ തോമസ്, ഡോക്ടർ രാഗ് RL എന്നിവർ സംസാരിച്ചു. വാർത്തകളിലേക്ക്. മലപ്പുറം ഊർങ്ങാട്ടിരി ഓടക്കയത്തെ വെറ്റിലപ്പാറ ബ്രിക്സ് ആൻഡ് മെറ്റൽസ് ക്വാറിക്ക് വനം വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ. പൂർണ്ണമായും വനഭൂമിയിലാണ് ക്വാറി നിൽക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വനം വകുപ്പ് നടപടി സ്വീകരിച്ചു. ഓടക്കയത്ത് ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ക്വാറിക്കാണ് സ്റ്റോപ്പ് മെമ്മോ. വനഭൂമിയിലാണ് ക്വാറിയുടെ പ്രവർത്തനമെന്ന വാർത്തയെയും പരാതികളെയും തുടർന്നാണ് ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചത്. 2 മാസം നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ക്വാറി വനഭൂമിയിലാണെന്ന് അധികൃതർ കണ്ടെത്തി. തുടർന്ന് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. മുൻപ് ജില്ലാ കളക്ടർ നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് ക്വാറി ഉടമകൾ സ്റ്റേ വാങ്ങിയിരുന്നു. 20ഓളം വർഷം പ്രവർത്തിച്ചു വന്നിരുന്നതാണ്. കാടിന് പുറത്ത് കാടിൻ്റെ സർവേ നടത്തിയപ്പോൾ അത് സർവേക്കുള്ളിലാണ്, വെസ്റ്റേൺ ഫോറസ്റ്റ് ആണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യുകയും അത് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ ക്വാറിയുടെ സമീപത്തായി ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇതിന് സമീപത്തായാണ് ഈന്തുംപാലി ആദിവാസി കോളനി. വീട് വയ്ക്കാനും കൃഷി ചെയ്യാനും ഒക്കെയായി വനം വകുപ്പ് ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് ക്വാറി. ഇതുമായി ബന്ധപ്പെട്ട് കൊടുമ്പുഴ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി. കൊടുമ്പുഴ സ്റ്റേഷനിൽ ദീർഘകാലം പ്രവർത്തിച്ചു വന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നു. ആദിവാസികളുടെ ജീവന ഭീഷണിയായിരുന്നു ക്വാറികൾ. സമീപത്തായുള്ള ചെറുപാറ ക്വാറിയും വനഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ഊർങ്ങാട്ടിരി. 4.5 പതിറ്റാണ്ടിലധികമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇടം പിടിക്കുകയും എന്നാൽ എങ്ങും എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട് ആലപ്പുഴയിൽ. ആലപ്പുഴ കായംകുളം കൂട്ടുവാതിൽക്കൽ പാലം. സംസ്ഥാന ബജറ്റിൽ 50 കോടി രൂപ പദ്ധതി നീക്കിവെച്ചെങ്കിലും പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. പാലമില്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന തീരുമാനത്തിലാണ് പ്രദേശവാസികൾ. 1976 മുതൽ കായംകുളത്തുകാരുടെ സ്വപ്നങ്ങളിൽ ഈ പാലമുണ്ട്. കായംകുളം കായലിന് കുറുകെയുള്ള കൂട്ടുവാതിൽക്കൽ പാലം. 2010 പദ്ധതിക്കായി 32 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നുവെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചതാണ്. പിന്നീട് ധനമന്ത്രി തോമസ് ഐസക് തുക വർദ്ധിപ്പിച്ച് 50 കോടിയാക്കി. അപ്രോച്ച് റോഡിന് നിർമ്മാണാനുമതി അടക്കം ലഭിച്ചതിനു ശേഷം പക്ഷേ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടുത്തെ MLA ചെയ്ത പണി എന്ന് പറയുന്നത് ഈ പാലത്തിന് പകരമായി കായംകുളം ടൗണിൽ ഗതാഗത സൗകര്യം ഏറെയുള്ള സ്ഥലത്ത് മാറിക്കൊടുക്കുവാൻ വേണ്ടി MLA എഴുതി കൊടുത്തിരിക്കുന്നു 6 പാലം ഈ കൂട്ടുമാതക്കടവ് പാലത്തിനെതിരായി. അപ്പോൾ ഇപ്പോൾ പറയുന്ന വാദഗതി എന്താണ്? ഈ പാലം നഷ്ടമാണെന്നാണ് പറയുന്നത്.
പാലം നഷ്ടമാണെങ്കിൽ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും നോക്കിയല്ല. നഷ്ടമാണെങ്കിൽ ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം. ഹരിപ്പാട്, കരുനാഗപ്പള്ളി, കായംകുളം മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കുന്നത് നഷ്ടമാണെന്നാണ് പുതിയ വാദം. പ്രതിദിനം 3000 പേരെങ്കിലും യാത്ര ചെയ്തെങ്കിൽ മാത്രമേ പദ്ധതി ലാഭത്തിലാകൂ എന്നും പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു. സാധ്യതാ പഠനങ്ങൾ നടത്താതെയാണോ പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ജനങ്ങളുടെ ചോദ്യം. വെള്ളം വളരെ കുറവാണ്, സൗകര്യങ്ങളില്ല, യാത്ര ചെയ്യാൻ ഭയങ്കര സമയമെടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ട് ആളുകൾ പലരും തിരിച്ചു പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടല്ലൂരുള്ളവർക്ക് ഇപ്പോൾ ഈ പഞ്ചായത്തിൽ വരാൻ, ദേവികുളങ്ങര പഞ്ചായത്തിൽ വരാനും ഇത്രയും ചുറ്റിക്കറങ്ങി വേണം. 10-20 കിലോമീറ്റർ ഓട്ടോയിലും സ്കൂട്ടറിലും എല്ലാം കയറിയാണ് വരേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാലമില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിനാണ് പ്രദേശവാസികൾ തയ്യാറെടുക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കല്ലാർകുട്ടി അണക്കെട്ടിൽ ഇനി സുരക്ഷിതമായി നീന്തൽ പരിശീലിക്കാം. ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ ഫ്ലോട്ടില നീന്തൽ സഹായി കല്ലാർകുട്ടിയിൽ എത്തിച്ചു. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഫ്ലോട്ടില ഉപയോഗിച്ച് നീന്തൽ പഠിക്കാമെന്നതാണ് പ്രത്യേകത. കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് തുടങ്ങിയതിന് പിന്നാലെയാണ് ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. കുറഞ്ഞ ഭാരവും വേഗത്തിൽ ധരിക്കാവുന്നതുമായ ഫ്ലോട്ടില നീന്തൽ സഹായി ഉപയോഗിച്ചാണ് നീന്തൽ പരിശീലനം. അണക്കെട്ടിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആർക്കും നീന്തൽ സഹായി ഉപയോഗിച്ച് ജലാശയത്തിൽ ഇറങ്ങാമെന്നതാണ് പ്രത്യേകത. നീന്തൽ പഠിച്ച ഒത്തിരി പ്രായമുള്ള ആളുകൾ പോലും പലപ്പോഴും ഈ വെള്ളം കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും, കാരണം അവർക്ക് നീന്താൻ കഴിയാറില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ടൂറിസ്റ്റ് മേഖലയിൽ വരുന്ന എല്ലാവർക്കും, ആ നീന്തൽ അറിയാവുന്ന ആളുകളായിക്കോട്ടെ അറിയില്ലാത്ത ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി നീന്തി നടക്കാവുന്ന ഈ ഫ്ലോട്ടില എന്ന് പറയുന്ന ഉപകരണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ വരുന്ന എല്ലാ അർത്ഥത്തിലുള്ള രോഗികളാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് വളരെ ഈസി ആയിട്ട് നീന്തി നടക്കാൻ കഴിയും. 5 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അണക്കെട്ടിൽ നീന്തൽ പരിശീലിക്കാം. ഇതിനായി ഫ്ലോട്ടില നീന്തൽ സഹായിക്കൊപ്പം പരിശീലകന്റെ സേവനവും ലഭ്യമാകും. 100 രൂപ ഫീസടച്ച് 1 മണിക്കൂറാണ് പരിശീലന സമയം. പരിശീലനം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ പദ്ധതിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഫ്ലോട്ടില എത്തിയതോടെ കൂടുതൽ ആളുകൾ കല്ലാർകുട്ടിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് 18 ഇടുക്കി. ഇനി കാർഷിക കേരളം. അക്വാപോണിക്സ് കൃഷിയിൽ മികച്ച വിജയം കൊയ്ത് ചിറയൻകീഴിലെ യുവ കർഷകർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിമൽ കുമാറും അനിമേഷൻ ഗ്രാഫിക് ഡിസൈനറായ ഡാനിഷ് മോഹനുമാണ് ചിറയൻകീഴ് പഞ്ചായത്തിന്റെ ഇത്തവണത്തെ മികച്ച യുവ കർഷകർക്കുള്ള പുരസ്കാരം നേടിയത്. 1 വർഷം മുൻപാണ് ഈ യുവാക്കൾ കാർഷിക രംഗത്ത് സജീവമായത്. മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ച് നടപ്പാക്കുന്ന അക്വാപോണിക്സ് ആണ് ഇവർ തെരഞ്ഞെടുത്തത്. 16 സെന്റ് സ്ഥലത്ത് ഫാം ആരംഭിച്ചു. 4.5 സെന്റിലാണ് കൃഷിക്കുള്ള കുളം നിർമ്മിച്ചത്. ആദ്യഘട്ടത്തിൽ 3000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ആദ്യ വിളവെടുപ്പിൽ മാത്രം 2 ലക്ഷത്തോളം രൂപ ലാഭം കിട്ടി. ഇപ്പോൾ 15,000-ഓളം മത്സ്യങ്ങൾ ഫാമിലുണ്ട്. 6 മാസത്തിനിടെ 2 തവണ പച്ചക്കറി വിളവെടുത്തു. രാസകീടനാശിനികളോ വളമോ ഉപയോഗിക്കാത്ത പച്ചക്കറിയായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. ഇത് ഒരു ജൈവ കാർഷിക രീതിയാണ് ഈ അക്വാപോണിക്സ് എന്ന് പറയുന്ന സംവിധാനം. സാധാരണഗതിയിൽ നമുക്ക് ഒരു ഏക്കർ കുളത്തിൽ നമുക്കൊരു 3000-4000 ഫിഷിനെ നമുക്ക് വളർത്താൻ കഴിയുള്ളൂ. പക്ഷേ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ നമുക്ക് 1 സെന്റിൽ തന്നെ നമുക്കൊരു 4000-ഓളം മീനിനെ വളർത്താൻ കഴിയും. ഭാവിയിൽ ഓൺലൈൻ ബുക്കിംഗും ഹോം ഡെലിവറിയുമെല്ലാം ആലോചനയിലുണ്ട്. അക്വാപോണിക്സ് കൃഷി ആരംഭിക്കുന്നവർക്ക് കൺസൾട്ടിംഗ് ഏജൻസിയായും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. കർഷകരിൽ നിന്നും മത്സ്യം ശേഖരിച്ച് വിൽപ്പന നടത്താനുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഈ യുവ കർഷകർ. മീനിന്റെ വേസ്റ്റ് ഉണ്ടാവുന്ന ഇത് മാത്രമാണ് നമ്മുടെ പച്ചക്കറിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരിക്കലും വിഷമോ ഒരു പെസ്റ്റിസൈഡ്സോ അടിക്കാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ കിട്ടുന്ന വിലയുടെ 3, 4, 5, 10 ഇരട്ടി വില വരെ നമ്മുടെ പച്ചക്കറിക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. മീനും അതുപോലെ തന്നെയാണ്. ഒരുപാട് പേരുകൾ ആദ്യമൊക്കെ നമുക്ക് ഡൗട്ടായിരുന്നു, ആളുകൾ എത്രത്തോളം അക്വാപോണിക്സ് എന്ന പുതിയ രീതിയിലുള്ള വളരുന്ന ഫിഷിനെ ആളുകൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണെന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂജാണ്. ഏകദേശം 16 ലക്ഷത്തോളം രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ടെൻഷൻ നമുക്ക് 6 മാസം ഫസ്റ്റ് മീനിൻ്റെ വിളവെടുപ്പ് വരെ നമുക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഫാം കാണാനും പച്ചക്കറിയും മത്സ്യവും വാങ്ങാനുമായി നിരവധി പേരാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ന്യൂസ് 18 ചിറയൻകീഴ്. 8 വർഷത്തോളം തരിശായി കിടന്ന തൃശൂർ പേരാമ്പ്ര വിരുതിപ്പാടത്ത് നെൽകൃഷി ഇറക്കി 2 കർഷകർ. 100 മേനി വിജയമാണ് നെൽകൃഷിയിലൂടെ ഇവർ നേടിയത്. എന്നാൽ കൊയ്ത്തു യന്ത്രം പാടത്തിൽ ഇറക്കാനാകാതെ പ്രതിസന്ധിയിലാണ് ഈ കർഷകർ. ജെയ്സൺ, റോണി എന്നീ കർഷകരാണ് 8 വർഷത്തോളം തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ നെൽകൃഷി ഇറക്കിയത്. 3 ഏക്കർ പാടത്ത് ശ്രേയസ് ഇനത്തിലുള്ള വിത്ത് ഉപയോഗിച്ചാണ് കൃഷി തുടങ്ങിയത്.
ജൈവ കൃഷി രീതികളെ അവലംബിച്ചാണ് വിളയിറക്കിയത്. കൊയ്ത്തുത്സവം BD ദേവസി MLA ഉദ്ഘാടനം ചെയ്തെങ്കിലും കൊയ്ത്തു നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങളായി കൃഷിയില്ലാത്ത പാടത്തേക്ക് കൊയ്ത്തുയന്ത്രമിറക്കാൻ സൗകര്യമുള്ള വഴിയില്ലാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. വീതി കുറഞ്ഞ വഴിയിലൂടെ കൊയ്ത്തുയന്ത്രമിറക്കാനാകുന്നില്ല. മറ്റൊരു പറമ്പിലൂടെ കൊയ്ത്തുയന്ത്രമിറക്കാൻ കർഷകർ ശ്രമിച്ചെങ്കിലും ഉടമ തടഞ്ഞത് തിരിച്ചടിയായി. രാത്രിയും പകലും ഞങ്ങൾ കാവലിൽ നിന്ന് കട പൊളിച്ച് ആരും കൊണ്ടുപോകാതെ വെള്ളം കൊണ്ട് കയറ്റി കൃഷി വിത്ത് വിറച്ച് കഴിഞ്ഞിട്ട് ആ വിത്തിന് സംരക്ഷണം നൽകി ഞങ്ങൾ ഇത്രയ്ക്ക് ആക്കി കൊയ്യേണ്ട സമയമായപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ ദയനീയമായ അവസ്ഥ മനസ്സിലായത്. ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആള് ഈ സ്ഥലം അവരുടെ സ്ഥലത്തു കൂടെ മെഷീൻ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർക്കൂടെ മെഷീൻ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ പറയുകയും ചെയ്തു, ഏതെങ്കിലും കാരണവശാലും മെഷീൻ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മണ്ണിട്ട് നികത്തി കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. നിലവിൽ തൊഴിലാളികളെ ഇറക്കി കൊയ്ത്തു നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവർ. തരിശുനിലത്തിൽ കൃഷി ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്ന കൃഷിവകുപ്പ് നെല്ല് കൊയ്തെടുക്കാൻ ആവശ്യമായ സഹായം നൽകാനും തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. ഇനി കർഷകർക്കായുള്ള അറിയിപ്പുകൾ. കേരള ജൈവ കർഷക സമിതി രജത ജൂബിലിയുടെ ഭാഗമായി ജില്ലകൾ തോറും ജൈവ കൃഷി പഠന കോഴ്സുകൾ സംഘടിപ്പിക്കുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9496962474 അല്ലെങ്കിൽ 8848696632. ഹൈടെക് രീതിയിൽ വളരെ ലാഭകരമായി കൂൺ കൃഷി ചെയ്യുന്നതിനുള്ള പരിശീലന പരിപാടി ഈ മാസം 21-ന് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റിൽ വച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8078056558 അല്ലെങ്കിൽ 7902386284 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക സർവകലാശാലയിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ അക്വാപോണിക്സിന്റെ 3 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. മറ്റന്നാൾ മുതൽ 20 വരെയുള്ള തീയതികളിൽ ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റ് ഹാളിൽ നടത്തും. വിവിധ തരം അക്വാപോണിക് സിസ്റ്റം രൂപകൽപ്പനകൾ, പ്രവർത്തന ഉപയോഗ പരിപാലന രീതികൾ, ഇൻസ്റ്റലേഷൻ, രോഗകീട നിയന്ത്രണം, വിളകളുടെ പരിപാലനം എന്നിവയെക്കുറിച്ച് വിദഗ്ധർ ക്ലാസുകൾ നൽകി. മറ്റു വാർത്തകളിലേക്ക്. കായംകുളം ഇല്ലിക്കുളം അടിപ്പാതയുടെ സമീപം മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. അറവ് മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും ഇക്കൂട്ടത്തിലുണ്ട്. ഇതോടെ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. മാലിന്യ നിക്ഷേപം പതിവായതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഇല്ലിക്കുളം അടിപ്പാതയുടെ ഇരുവശത്തുമാണ് മാലിന്യ നിക്ഷേപം. രാത്രികാലങ്ങളിലാണ് ചാക്കുകളിലാക്കി മാലിന്യം ജനവാസ മേഖലയിൽ തള്ളുന്നത്. ഇതിൽ അറവു മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവുമുണ്ട്. ഇവ ഭക്ഷിക്കാൻ വരുന്ന തെരുവ് നായ്ക്കളും നാട്ടുകാർക്ക് തലവേദനയാകുന്നു. പ്രദേശത്തെ മാലിന്യം നീക്കം ചെയ്യാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളായാലും എല്ലാം കൂടി ഈ പ്രദേശത്ത് ജീവിക്കാൻ വയ്യ എന്നുള്ള സ്ഥിതിയായിട്ടുണ്ട്. ഏത് സമയവും ദുർഗന്ധമാണ് ഈ പ്രദേശത്ത്. സന്ധ്യയായാൽ തെരുവ് നായ്ക്കളും പാമ്പുകളും എല്ലാം ഉണ്ട്. കൊതുകിനെ കൊണ്ട് സഹിക്കാൻ വയ്യ. മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. 100 കണക്കിന് പേർ ദിവസവും സഞ്ചരിക്കുന്ന പാതയിലാണ് മാലിന്യ കൂമ്പാരം. ഈ ഒരു ഇല്ലിക്കുളം അടിപ്പാതയുടെ ഭാഗത്ത് മാലിന്യ പ്രശ്നം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭയുമായി ബന്ധപ്പെട്ട CCTV ക്യാമറകൾ ഏർപ്പെടുത്തുവാനും അതുപോലെ തന്നെ നൈറ്റ് സ്ക്വാഡുകൾ, നഗരസഭയുടെ നൈറ്റ് സ്ക്വാഡുകൾ നമുക്ക് നിലവിൽ നഗരപ്രദേശങ്ങളിലുണ്ട്. അത് ഈ ഒരു പ്രദേശത്തും കൂടെ വ്യാപിപ്പിക്കുവാനായിട്ട് നഗരസഭയുമായി ബന്ധപ്പെട്ട് കത്ത് നൽകുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു മാലിന്യം വലിച്ചെറിയുന്ന സാമൂഹിക വിരുദ്ധരെ കണ്ടുപിടിക്കുവാനും തുടർ നടപടികളിലേക്ക് നിയമപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുവാനും തീരുമാനിച്ചിരിക്കും. മാലിന്യം ജനവാസ മേഖലയിൽ തള്ളുന്നവരെ പിടികൂടാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സൺഡേ ന്യൂസിൽ രഞ്ജിനി ചേരും. നമസ്കാരം.